ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം പുതുപ്പള്ളിയിൽ 38 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എത്തിയതെങ്കിൽ അത് മലപ്പുറം വഴിയാണ് പോയിരുന്നെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞും പുതുപ്പള്ളിയിൽ എത്തുമായിരുന്നില്ല എന്നും അത്രത്തോളം മലപ്പുറം ഉമ്മൻചാണ്ടിയെയും ഉമ്മൻചാണ്ടി മലപ്പുറത്തെയും സ്നേഹിച്ചിരുന്നു എന്നും അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ MLA പറഞ്ഞു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രിമാരായ ഉമ്മൻചാണ്ടിയും CH മുഹമ്മദ് കോയയും ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നും അതിന് ഉദാഹരണമാണ് CH മുഹമ്മദ് കോയയുടെ നാമധേയത്തിലുള്ള CS സെന്ററുകൾ എന്നും CH സെന്റർ മാതൃകയിൽ ഉമ്മൻചാണ്ടി സെന്റർ തിരുവനന്തപുരത്ത് പ്രവർത്തനം തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. വളാഞ്ചേരി പൈങ്ങന്നൂർ നിരപ്പിൽ ഉമ്മൻചാണ്ടി പ്രവർത്തനത്തിന് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എനിക്ക് കാണുവാൻ സാധിച്ചത് എല്ലാവരോടുള്ള നന്ദി അവസരം ഞാൻ സൂചിപ്പിക്കാനാകില്ല. കാരണം ആരൊക്കെ നാടിനെ കരുതുന്നു അവരൊക്കെ ഉമ്മൻചാണ്ടി വരാം, യാതൊരു സംശയവും വേണ്ട. അദ്ദേഹം എങ്ങനെയാണോ കരുതിയത് അതേപോലെ തന്നെ കരുതൽ ഇന്ന് കേരളത്തിന് മുഴുവൻ കോൺഗ്രസിന്റെ നേതാക്കളും UDF നേതാക്കളും നൽകുന്നത് കാണുമ്പോൾ അതിയായ സന്തോഷം. അത് പറയുമ്പോഴാണ് ഈ നാട് എങ്ങനെയാണ് എൻ്റെ പിതാവിനെ സ്നേഹിച്ചതെന്ന് ഞാൻ സ്മരിക്കാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് പലരോടും പറഞ്ഞിട്ടുണ്ട്. 37 മണിക്കൂറാണ് അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് നിന്ന് പുതുപ്പള്ളിയിലെ ആ കബറടക്കത്തിന് വരെ സമയമെടുത്തെങ്കിൽ ഈ മലപ്പുറത്തിലൂടെയാണ് യാത്ര വന്നിരുന്നതെങ്കിൽ ഒരാഴ്ച എടുക്കാതെ ഈ നാട്ടിൽ നിന്ന് പുറത്തു വരുവാൻ സാധിക്കത്തില്ല എന്ന് എനിക്ക് ഉറപ്പ്. അതേപോലാണ് അദ്ദേഹം നിങ്ങളെ സ്നേഹിച്ചത്. നിങ്ങൾ അദ്ദേഹത്തെ അതിനിപ്പോ MLA ആവണമെന്നില്ല, ഇവിടുത്തെ ജനപ്രതി ആവണമെന്നില്ല, ആ തരത്തിലാണ് ജനസ്നേഹം അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. അതേ സ്നേഹം ഇന്നും തുടരുക. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ വിവിധ പരിപാടികൾ 10ഓളം പരിപാടികളാണ് സംസ്ഥാനത്തൊട്ടുക്ക് ഞാൻ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുന്നത്. DCC പ്രസിഡന്റ് VS ജോയ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ മുഖ്യാതിഥിയായി. ഫിലിം അവാർഡ് ജേതാവ് ഉണ്ണിനായർ വളാഞ്ചേരി നഗരസഭ 20ാം ഡിവിഷനിൽ നിന്നും SSLC പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഉമർ അലി കരേക്കാട്, പാറയിൽ മുഹമ്മദ്, P രാജൻ മാസ്റ്റർ, അസൈനാർ പറശ്ശേരി, VP സാലി, KV മുഹമ്മദ് നാഫി, KV ഉണ്ണികൃഷ്ണൻ, റംല മുഹമ്മദ്, ഷാഹിന റസാഖ്, നൌഫൽ പാലാറ, സുജിത്, അബ്ദുൾ റസാഖ് KP, മുസ്തഫ പാറമ്മൽ, മടത്തിൽ ശ്രീകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി.